നിങ്ങളെല്ലാവരും ചേർന്നാണോ അവൻ ഒറ്റയ്ക്കാണോ എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ ഇപ്പം എൻ്റെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ യഥാർത്ഥ ഉത്തരം നൽകണം. അതല്ലേ അതിൻ്റെ ശരി? സാറേ, പ്രതിക്ക് വേണ്ടി ഞങ്ങൾ എന്തു ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ഇത് ഞങ്ങളോ അവനോ അറിഞ്ഞതല്ല സാറേ. ഞങ്ങളൊന്നും അത്തരക്കാരല്ല. എന്നാലേ മണിമണിയായി ഒഴിഞ്ഞാട്ടെ. പ്രോഗ്രാം നടക്കുമ്പോൾ അവൻ അവിടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നല്ലോ. രാവിലെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഫോൺ വന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു. കാര്യങ്ങളൊക്കെ ഓക്കെയാണോ? അത് ഞാൻ ശരിയാക്കിക്കോളാം. നിങ്ങളെത്തിയോ? ആ ശരി, ഓക്കെ. എന്നാലും അങ്ങോട്ടോ ഞാനൊന്നേ പോയിട്ട് വരുന്നവരെ നീ ഇതൊന്ന് പിടിച്ചട്ടാ. എന്നാ ഒരു അത്യാവശ്യം, പെട്ടെന്ന് ഞാനൊന്ന് പോയിട്ട് വരാം കേട്ടോ. ഞാൻ വരണോ? വേണ്ട. അവൻ എന്തിനാ പോയത്? അറിയില്ല, എന്തോ ഒരു അത്യാവശ്യത്തിന് മാത്രമെന്നാ പറഞ്ഞ. പിന്നെ എപ്പോഴാ, എത്ര സമയം കഴിഞ്ഞ് തിരിച്ചു വന്നത്? അത് ഇവനോട് നിങ്ങൾ ചോദിച്ചാൽ പറയില്ല സാറേ. അവർ പറയട്ടെ. ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞാണ് സാർ. ഫൈനലിൽ ഏറ്റുമുട്ടുന്ന ഇരു ടീമുകളുടെ മാനേജർമാർ എത്രയും പെട്ടെന്ന് കമ്മിറ്റി ഓഫീസുമായി എന്താണ്ടോ ഇത് ഇടയ്ക്കിടയ്ക്ക് ഡ്രസ് മാറിയാ നിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഒന്നുമല്ല. ആണോ? ഇവിടെ തിരിഞ്ഞളിക്കാതെ എന്തെങ്കിലും സഹായം ചെയ്തു കൊടുത്തു. ഓ തീരെ വയ്യ. നീ ഒരു 100 റുപ്യ കാട്ടെ, ഞാൻ ആ വൈദ്യുതി കണ്ടിട്ട് വരാം. മേലാകെ ഭയങ്കര വേദന. ഇനി ഇത് ഉദയനോട് പറയണ്ട. ആ എന്നൊന്നും അല്ലെങ്കിൽ വേണ്ട. ഇതാ ഇനി വിനയന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങണം. ഓ അങ്ങനെയാണല്ലേ. ആ ഇപ്പൊ പൊക്കോ, വിളിക്ക് വന്നോളം കേട്ടോ. നിന്നെ എന്താ നിങ്ങൾക്കൊക്കെ പരിപാടി? ജോർജ് സാറിനെ വിളിക്കുന്നു. ഇയാളൊരു മാതിരി ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഇട്ടുപെടാ തന്നെയൊക്കെ എന്റെ കയ്യിൽ. വക്കീൽ പറഞ്ഞ സമയത്ത് തന്നെയാണെന്ന് തോന്നുന്നു അവൻ വന്നത്. എന്നിട്ട് ആർക്കോ കുറച്ച് കാശ് അയക്കാനുണ്ടെന്നും തികയാത്ത കാശിന് മോളെ ഉരുപ്പടി എടുത്തോട്ടാന്ന് ചോദിക്കാനോ വന്നത്. എന്തോ ചോദിക്കാനുണ്ട്. എന്താ ഇവള് 2 വള പ്രദീപിന് കൊടുത്തോട്ടെ എന്ന്. എന്തോ പണയം വെക്കാനുള്ള ആവശ്യത്തിനാ. പെട്ടെന്ന് തിരിച്ചെടുത്തോളാം. അതിപ്പോ എന്നോടൊന്ന് ചോദിക്കാനാ? അല്ലെങ്കിൽ 4-5 വർഷമായിട്ട് നിങ്ങളെ കയ്യിരിക്കുന്ന സാധനമല്ലേ. അത്യാവശ്യത്തിന് അത് എടുക്കുന്നതിൽ ഇവിടെ ആർക്കാ കുഴപ്പം? മോക്കുമല്ലോ കുഴപ്പമുണ്ടോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ പ്രതിവേട്ടം പറഞ്ഞ എല്ലാവരോടും ഒന്ന് ചോദിക്കാൻ. അതാ അവൻ വന്നല്ലോ. ഇപ്പോഴേ ഒരു അത്യാവശ്യം വന്നു വെച്ചാ നമ്മൾ അജിത്തിന്റെ അമ്മേന്റെ ഓപ്പറേഷന് വേണ്ടിയിട്ടാ. പെട്ടെന്ന് പിന്നെ വേറെ മാർഗമൊന്നും കണ്ടില്ല. അത്യാവശ്യം നടക്കട്ടെ. പിന്നെ പണയം വെച്ചാ മതി. പെൻഷൻ വാങ്ങിക്കുമ്പോൾ ഞങ്ങൾ അടച്ചോളാം. ശരി അച്ഛാ. പിന്നെ അവൻ വന്നത് നനഞ്ഞായിരുന്നു. ചോദിച്ചപ്പോൾ ടൗണിലൊക്കെ നല്ല മഴയാണെന്ന് പറഞ്ഞു. ഇവിടെ വന്ന് ഡ്രസ്സൊക്കെ മാറി ഗ്രൗണ്ടിലേക്കെന്ന് പറഞ്ഞു പോയതാ. അവിടെ നിന്നാ അവനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇപ്പൊ അത്യാവശ്യമായിട്ട് മീറ്റിംഗ് വിളിച്ചതിന്റെ കാര്യം ചിലർക്കൊക്കെ അറിയാമെന്ന് കരുതുന്നു. കൂടുതൽ കാര്യങ്ങൾ വിവരിക്കാനായിട്ട് ഞാൻ പ്രസിഡന്റിനെ ക്ഷണിച്ചോളുന്നു. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം അനുസരിച്ച് തുടങ്ങി വെച്ച പ്രോഗ്രാമിലാണ് നമ്മൾ പ്രസിഡന്റ് കാര്യത്തിലേക്ക് വാ. അതെന്നെ പ്രസിഡന്റ്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി പറഞ്ഞതനുസരിച്ച് വൈസ് പ്രസിഡന്റും പ്രോഗ്രാം കൺവീനറുമായ പ്രദീപിനെ എല്ലാ സ്ഥാനമാനങ്ങളിൽ നിന്നും പുറത്താക്കിയിരിക്കുക. ഞങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉള്ളതാ. ഞങ്ങൾ അറിയേണ്ട എന്ത് മീറ്റിംഗ് അവിടെ? നിങ്ങൾക്കിപ്പോ അതൊന്നും അല്ലല്ലോ കാര്യം. കോറം തികഞ്ഞ മീറ്റിംഗ് പാസ്സാക്കിയതാ. അതൊക്കെ പള്ളി പോയി പറഞ്ഞാൽ മതി. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതി. പ്രതിയെ പോലെ ഒരു ക്രിമിനലിനെയാണ് കമ്മിറ്റിയിൽ വെക്കേണ്ടത്. തീരുമാനിച്ചാൽ മതിയോ? ക്രിമിനൽ അതെ, പ്രതി നിരപരാധിയാണോ? പ്രതി നിരപരാധിയാണ്. നിങ്ങൾ ഇങ്ങനെ കടിപിടി കൂടാതെ പെട്ടെന്ന് മീറ്റിംഗ് തുടങ്ങാൻ നോക്കി. വേറെ ഒന്നുമില്ല, ബാക്കിയുള്ള പരിപാടികൾ നാളെ മുതൽ നടത്താനാണ് തീരുമാനം. അല്ല, ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഈ പരിപാടി നടത്തണോ? പിന്നെ നടത്താതെ നാട് മുഴുവൻ പിരിച്ചതാ. ആരെ സമാനം പറയും? അതല്ല കൃഷ്ണേട്ടാ, രേണുക നമ്മുടെ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നല്ലേ, അതുകൊണ്ട് ലളിതമായിട്ടുള്ള ഒരു പരിപാടി നടത്തിയ പോരെ? പോരാ, ഇപ്പോൾ ഉള്ള പരിപാടികൾ ക്യാൻസൽ ചെയ്തിട്ട് ബാക്കിയുള്ള പരിപാടികൾ നടത്തും. അത്ര എന്നാ നിങ്ങൾ നടത്തിക്കോ. അല്പമെങ്കിലും മനുഷ്യത്വം വേണം. വാടാ, അവർ നടത്തട്ടെ. പക്ഷേ ഇതിന് പുറകിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരുണ്ടെന്നാ മാന്യനായിട്ട് നടക്കണ ചിലവരൊക്കെ ഉണ്ട് ഇവിടെ.
തെമ്മാടിത്തനം കാണിച്ച് അഴിക്കുള്ളിലായവനെ ഞങ്ങളെ നാട്ടിൽ കാല് കുത്തിക്കില്ല. ഒക്കാരത്തിന് വന്നിരിക്കുന്നു കുറെ ചെങ്ങാതിമാര്. വൈകിട്ട് അങ്ങാടിയിൽ ദീപം തെളിയിക്കുന്നുണ്ട് ഒരു കുട്ടിയുടെ ജീവന് വേണ്ടിട്ട്. വന്ന് കാണാ. വാടാ. എന്താണ് എന്ത് കണ്ടിരിക്കുക? താല്പര്യമുള്ളവർ എഴുതാ മതി. ഞാൻ ഈ പരിപാടി നടത്തിയിരിക്കും. എനിക്ക് പ്രസിഡന്റ് അല്ല. ഓ അവന്മാരങ്ങ് കത്തിക്കട്ടെ. ഒക്കലും താത്തലൊക്കെ കഴിഞ്ഞെന്നാ തോന്നുന്നത്. ആ മെമ്പറെ ആളങ്ങ് സജീവമാണല്ലോ അല്ലേ? അതെ, ഞാൻ കത്തിച്ചത് പ്രദീപൻ നിരപരാധിയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചോണ്ടാ. ഞങ്ങളതങ്ങ് വെള്ളം കൂട്ടാതെ വിഴുങ്ങി. ഇതിലിപ്പോ ആരാ ഓന്തുരമേശൻ? ഇപ്പോ നാട് മുഴുവൻ നിന്റെ പേരാ. എത്ര പെട്ടെന്ന് അറിയോ നാട്ടുകാർ നിനക്കെതിരായത്. രാവുമ്പകലില്ലാതെ അവർക്ക് വേണ്ടി ഓടി നടന്നല്ലേ, അനുഭവിച്ചല്ലേ പറ്റൂ. ഇപ്പൊ സോഷ്യൽ മീഡിയ മുഴുവൻ നിനക്കെതിരെയുള്ള പ്രചാരണമാണ്. ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഞങ്ങളൊന്നും വിശ്വസിച്ചിട്ടില്ല. നിങ്ങളങ്ങനൊന്നും ചെയ്യില്ലെന്ന് ഞങ്ങൾക്കറിയില്ലേ. നിനക്കെതിരെ പ്രചരണം നടത്തുന്നതേ ആ കൃഷ്ണനാ. മീറ്റിങ്ങിൽ നിങ്ങളെ പുറത്താക്കി, അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. 3 ദിവസം നിർത്തിവെച്ച് ബാക്കി പ്രോഗ്രാം അവരെല്ലാവരും കൂടെ തുടങ്ങിയിരിക്കുക. അച്ഛൻ പുറത്തിറങ്ങാറില്ല. ഇന്നുവരെ ഒന്നിനും ഞാൻ വേദനിപ്പിച്ചിട്ടില്ല. എന്നിട്ടും ഈ ജീവിതം കൊണ്ട് ഇനി എന്ത് കാര്യം? എല്ലാം പോയില്ലേ? ഇതിനു മാത്രം ഞാൻ എന്താ ചെയ്തത്? ഇനി എന്നെ ആരും കാണാൻ വരരുത്. കാണാൻ പറ്റാത്തോണ്ടാ വരണ്ടെന്ന് പറഞ്ഞത്. ഇവിടുന്ന് ചിലപ്പോ ഞാൻ പുറത്തു വരില്ല. വരും, നീ വരണം. എന്നാലും ഞങ്ങൾക്ക് കുറച്ച് ആ കുട്ടിയെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ? നിനക്ക് ഞാൻ കാണിച്ചരടാ. നിനക്ക് ഒരു നല്ല സദ്യ ഞാൻ ഒരുക്കിയിട്ടുണ്ട്, വന്ന് കഴിക്കി. അങ്ങോട്ട് എല്ലായിടത്തും അങ്ങ് ഒട്ടിച്ചേ. നാട്ടുകാർ മുഴുവൻ അറിയട്ടെ അവന്റെ ആ മുഖം മൂടി. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഞാൻ ഇപ്പൊ വിളിക്കാമേ. ബഷീറേ, എന്തിനാണ് അധികം? ഇങ്ങനെ ഒരെണ്ണം പോരെ? അവൻ ഉടനെങ്ങാനും പുറത്തു വരൂ. പക്ഷേ ഈ ഏരിയയിലേക്ക് വരണ്ട. എന്താ പറ്റിയെന്ന് നമുക്ക് അറിയില്ലല്ലോ കൃഷ്ണ. അത് വിട്. ജോലിയെന്നും പറഞ്ഞ് ഇവിടെ നിന്ന് പോകുമ്പോ ആരെയൊക്കെ കാണുന്നു, എന്തൊക്കെ ചെയ്യുന്നു ആർക്കറിയാം. പറ്റിക്കായിരുന്നവൻ. മാഷിങ്ങ് വന്നേ, വെറുതെ ഇവന്മാരോടൊന്നും സംസാരിക്കണ്ട. നീ ആ സൈഡിലൊക്കെ ഒന്ന് ഒട്ടിക്കാൻ. മാഷ് എന്തിനാ അവന്മാരെ മുന്നിലേക്ക് പോയത്? ടീച്ചർക്കിടയ്ക്ക് ശ്വാസം മുട്ട് വരുമ്പോൾ സംസാരിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാ. മരുന്ന് വാങ്ങാൻ ഇറങ്ങിയതാ. അപ്പച്ചനറിയാലോ, ഓടിപ്പോയി വാങ്ങാൻ വേറെ ആരാ ഉള്ളത്? ദേ കൃഷ്ണേട്ടാ, അടുത്തതും വന്നിട്ടുണ്ട്. ഇനി ഇവനൊക്കെ എങ്ങനെയുള്ളവനാന്ന് ആർക്കറിയാം. വാ ബഷീർക്ക. എടോ അപ്പച്ച, ഇത്രയായിട്ട് നിങ്ങളൊന്നും പഠിച്ചില്ലേ? ഇനി ഇവനൊക്കെ കൊണ്ടുപോയിട്ട് എന്തൊക്കെ ചെയ്യുന്നെന്ന് ആർക്കറിയാം? കുട്ടികളെ ഓർത്ത ഇനി മിണ്ടിയ കൊരവള്ളി ഞാൻ അറുത്തുകളി.
പോന്നികളെ കടന്ന് പോയില്ലടാ വൃത്തികെട്ടവന്മാരെ. കുറെ സദാചാരവാദികള്. അപ്പച്ചനെ നിങ്ങൾക്കൊന്നും അറിയത്തില്ലടാ. പോന്നികളെ നീ എന്റെ കൺവട്ടത്ത് കണ്ടുപോകരുത്. കൊണ്ടുപോടാ. അവനെ കൊണ്ട് വിടണം. ചങ്കൂറ്റോടെ കൊണ്ട് വാ. ചങ്കൂറ്റോടേക്ക് വാ. നേരം പേടിയാ. ഇല്ല, ഞാൻ ഇവിടുന്ന് കെട്ടിയടിക്കും. വിടടാ പറയണേ. വിടടാ. വിടടാ. ഇതിലും വലിയ പെരുന്നാള് കൂടിയാച്ചാടാ അപ്പച്ചൻ ഇങ്ങോട്ട് വന്നത്. എന്നാ പറ്റി? അപ്പച്ചൻ മക്കൾക്ക് എന്നാ പറ്റി? ഞങ്ങൾ അപ്പനും ഞാൻ പറഞ്ഞതല്ലേ വിളിച്ച റോസ് കുട്ടി നിങ്ങളെ കൊണ്ട് ഇങ്ങോട്ട് വരരുതെന്ന്. അത് അപകടം. പ്രശ്നങ്ങളൊക്കെ രമ്യമായി പരിഹരിക്കാമെന്ന് അളിയന്മാർ പറഞ്ഞപ്പോൾ തോന്നുന്നത് എനിക്കും ചെറിയൊരു ഭയം. ആളിയന്മാർ അവർക്ക് വേണ്ടത് സ്വത്താ, അല്ലാതെ അപ്പൻ്റെ രണ്ടാം കെട്ടിലെ പെങ്ങളെ അളിയനെയല്ല. രാവിലെ ഞാനൊരു ജീപ്പ് ഏർപ്പാടാക്കും. അതിൽ റോസ് കുട്ടിയും കുഞ്ഞുങ്ങളെയും കൊണ്ട് നമുക്ക് കോതമംഗലത്തേക്ക് പോകണം. അതുവരെ ഞാനിവിടെയൊക്കെ കാണും. ഈ ചെല്ലും രാവിലെ വരാം. എന്താ അപ്പച്ചൻ പോയിക്കോ, നല്ല മഴയാണ്. ഞങ്ങളിവിടെ ആണെന്നുള്ളത് അവരറിഞ്ഞിട്ടില്ല. എന്നാ നാളെ കാണാം. ആ എന്നാ ശരി, ജീപ്പ് രാവിലെ വരും. ശരി. എടുത്തു മാറ്ററാ. മക്കൾക്ക് അപ്പച്ചനില്ലേ കൂടെ? രണ്ടാളും കുരിശി വരച്ചു കിടന്നു. അപ്പച്ചനോട് കിടക്കുന്നു. നമ്മുടെ പ്രതിയായിട്ട് അങ്ങനെയൊക്കെ ചെയ്യൂ അപ്പച്ച? നല്ലവരാ മക്കളെ. പാവം രേണുകേച്ചി. ഞങ്ങൾക്കും ആരുമില്ല അപ്പച്ച. അപ്പച്ചനെ വിഷമിപ്പിക്കല്ല. അപ്പനെ ജീവിക്കുന്നതന്നെ നിങ്ങൾക്ക് രണ്ടാക്കും വേണ്ടിയിട്ടില്ല. എന്ത് ആശയക്കുഴപ്പമാണ് സാർ? അയാളെയും അയാളുടെ ബൈക്കും മോള് വ്യക്തമായി കണ്ടതല്ലേ, പിന്നെന്താ ആശയക്കുഴപ്പം? അയാളെക്കുറിച്ച് അന്വേഷിച്ചാൽ പൊതുവെ നല്ല അഭിപ്രായമാണ് നാട്ടുകാരിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. പോരാത്തതിന് ഒരു പെറ്റി കേസ് പോലും അയാളുടെ പേര് ചാർജ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇതുവരെ അങ്ങനെ ആയിരിക്കാം, പക്ഷെ ഇനി അങ്ങനെ ആയിക്കൂടുന്നില്ലല്ലോ. അയാൾ എവിടെയൊക്കെ പോയി, എന്തിനൊക്കെ പോയി എന്ന് അന്വേഷിച്ച വ്യക്തമാവില്ലേ? അയാൾ തനിച്ചാണോ, കൂടെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ? ജയകൃഷ്ണൻ, പോലീസിന്റെ പണി നല്ലപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലായി. നിങ്ങൾ ഇതൊന്ന് കാണും. ഈ ഇൻസിഡൻസ് നടക്കുന്ന സമയത്ത് അയാൾ ബൈക്കുമായി പോയ സ്ഥലങ്ങളിലെ CCTV ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്.
സാർ. ആരാ സമയം അവരൊക്കെ? പുറത്തേക്ക് വാ. ഇതിന്റെ പിന്നിൽ ആരോ ഉണ്ടെന്ന് എൻ്റെ സംശയം. അതാ എനിക്ക് മനസ്സിലാവാത്തത്. ഇനി നിങ്ങൾ അവരുമായി പ്രശ്നം ഉണ്ടാക്കി ഞങ്ങൾക്ക് പണിയുണ്ടാക്കരുത്. ഇല്ല സാർ. കേട്ടല്ലോ? എന്താ വേണ്ടത് വെച്ചാൽ ഞങ്ങൾ ചെയ്തോളാം. നിങ്ങൾ പോകാൻ നോക്ക്. ശരി, പോവാ. ശരി ശരി. Are you okay? I am okay. Good. പപ്പ, എൻ്റെ റുബിക്സ് ക്യൂബ്. പപ്പ പുതിയൊരെണ്ണം വാങ്ങി തരാം കേട്ടോ. മോൾക്ക് അവരെ കണ്ട തിരിച്ചറിയാൻ കഴിയോ? ഷുവർ. സി മിസ്റ്റർ റഹീം, കൂടുതൽ അന്വേഷണങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് പോരെ. അവള് നന്നായിട്ട് റെസ്റ്റ് എടുക്കട്ടെ, അല്ലേ മോളെ? ഞാൻ തുടച്ചു തരണ അച്ഛാ. ശരിക്കും അച്ഛന് സങ്കടം ഉണ്ടോ അച്ഛാ? സാരമില്ല കേട്ടോ. പറ്റുന്ന പണി ചെയ്താ പോരെ. ആരോഗ്യമുള്ള ആണുങ്ങൾ ഉള്ളി തെളിച്ചാൽ കണ്ണ് നിറയണമെന്ന് കാരണവന്മാർ പറയും. ആര് പറയാ? അതിപ്പോ ആരെങ്കിലും ആവട്ടെ, നിങ്ങൾക്ക് സവാള അരിഞ്ഞ് കിട്ടിയാ പോലും. ഈ വെളുത്തുള്ളി നന്നാക്കുന്നതിന് എന്താ അച്ഛാ പറയുന്നേ? പിന്നെ തടി അനങ്ങാതെ നിന്ന് വെളുത്തുള്ളി തെളിക്കാന്ന് പറയും. ഓ പിന്നെ ഈ സവാള മുറിക്കുന്നതാണല്ലോ വലിയ പണി. അതെ, നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റില്ല പറഞ്ഞാൽ മതി. നമുക്ക് ബിരിയാണി പിന്നെ ഉണ്ടാക്കിയ പോരെ. അത് നമ്പർ. അങ്ങനെ ഇപ്പൊ നീ രക്ഷപ്പെടാൻ നോക്കണ്ട. ഇതൊക്കെ ഇത്ര ആക്കി വെച്ചു. ഇനി ബിരിയാണി ഉണ്ടാക്കിയിട്ട് പോയാ സെറ്റിന്നേ അത് കഴിച്ചു ഇത് കഴിച്ചു എന്നൊക്കെ വന്ന് പറയുമ്പോ ആലോചിക്കണം. പിന്നെ അല്ലാതെ വെറുതെ ആളെ കൊളിപ്പിക്കാൻ വേണ്ടി അല്ലേ മോളെ? അല്ല പിന്നെ എന്നാ അന്ന് ബിരിയാണി ഉണ്ടാക്കിയിട്ട് തന്നെ കാര്യം. കൊള്ളാം അല്ലേ? തട്ടുകടയിലൊക്കെ തുടങ്ങി ജീവിക്കാം. ആർക്ക്? അച്ഛനോ? അച്ഛനെ എന്തിനാ? നിനക്ക് വേണ്ടിയാ. ഈ വീട്ടിലൊരു പുതിയൊരാളുടെ വരാൻ പോവല്ലേ, അതൊരു പെൺകുഞ്ഞാണെങ്കിൽ നീ ഇപ്പോഴേ കരുതിക്കോ. അതിപ്പോ മോളാണെന്ന് അച്ഛനും ഉറപ്പിച്ചോ? അതേ മക്കളെ, മോളെ പോലെ ഒരു കുഞ്ഞു മോള്. സുന്ദരി കുട്ടി. ഞാൻ പറഞ്ഞില്ല മോനെ, പഠിച്ചവൻ കൂടെ ഉണ്ടാവുന്നു. ഇത് ഏതോ ഇബിലീസുകൾ ഒപ്പിച്ച പണിയാന്ന്. ഏതായാലും ഈ കുറ്റക്കാരനെല്ലാം തെളിഞ്ഞില്ലേ, അത് മതി. ഞമ്മക്കും പോകാം. എങ്ങോട്ട്? പുറനാട്ടിൽ പോയി കഷ്ടപ്പെട്ടുണ്ടാക്കിയ എല്ലാം മക്കൾ കൊണ്ടേയില്ല. ചോദിക്കാൻ ചെന്നപ്പോൾ നമ്മൾ പാത്തു. നിനക്ക് പോകാനും നിന്നെ കാത്തിരിക്കാനും നിനക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഇല്ലേ? എന്തിനു? എന്ത് കാര്യം? നാട് മുഴുവൻ തൂക്കിലേറ്റ നിൽക്കില്ലേ? അതിന്
ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത ഈ ശരീരം കൊണ്ട് എന്ത് പ്രയോജനമാണ് ബുക്ക? അതാ ഞങ്ങൾ പറഞ്ഞു, നാളെ ഈ പോണം. അന്നയും കുടുംബത്തിനെ അപമാനിച്ചിട്ട് മുഖത്ത് നോക്കി നീ ആട്ടണം. കഴിഞ്ഞതൊക്കെ ഈ മറക്കണം. നിന്നെ അറിഞ്ഞപ്പോൾ മുതൽ ഞങ്ങളുടെ ഒക്കെ ആഗ്രഹം അല്ലേ അത് തന്നെ, നീ രക്ഷപ്പെടണമെന്ന്. ഇപ്പോൾ ഞങ്ങൾക്കും സന്തോഷമുണ്ട്. ശരി, ഞാൻ വിളിച്ചോളാം. ഒന്നും മനഃപൂർവ്വമല്ല. ഞങ്ങളുടെ മുന്നിലെത്തുന്നവരെ, ഐ മീൻ ഇതുപോലുള്ള കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നവരെ കുറ്റവാളിയായിട്ടേ ഞങ്ങൾക്ക് കാണാൻ പറ്റും. സത്യം പറയിപ്പിക്കാൻ ചിലപ്പോ കുഞ്ഞുങ്ങളില്ലാത്ത വിഷമം നിങ്ങളെപ്പോലുള്ളവർക്കൊന്നും മനസ്സിലാവില്ല. എനിക്ക് നിന്നോട് വ്യക്തിപരമായിട്ട് യാതൊരു വിരോധവുമില്ല. ചില സാഹചര്യത്തിൽ പക്ഷേ ഈ കേസിൽപ്പെട്ട ആരെങ്കിലും ഇനി എന്റെ കയ്യിൽ കിട്ടിയ അവരൊന്നും ഞാൻ പുറന്നോ കാണിക്കില്ല. അടുത്ത 2 നൃത്തത്തോടു കൂടി ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കുന്നതായിരിക്കും. കാണികളാരും പിരിഞ്ഞു പോകരുതെന്ന് അഭ്യർത്ഥിക്കുന്നു. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണം നടക്കുന്നതായിരിക്കും. അടുത്തതായി വേദിയിൽ ഭരതനാട്യമായിരുന്നു അശ്വതി നാട്യാഞ്ജലി നൃത്തവിദ്യാലയം. രോഹിണി, നീ അവനെ വിളി. അവനൊന്ന് സമാധാനമായിട്ട് വീട്ടിൽ കയറി ഇരിക്കട്ടെ. എനിക്കറിയാം നീ ഇതുപോലെ എൻ്റെ മുന്നിൽ നിൽക്കുമെന്ന്. ആരെന്തു പറഞ്ഞാലും അച്ഛന് തന്നെ വിശ്വാസമായിരുന്നു. ഞാനിവരെന്താ കൊടുക്ക? അവള് നഷ്ടപ്പെട്ട് അമ്മയ്ക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല മോനെ. ടീച്ചറെ, അവനെങ്ങനെ 1-2 പറഞ്ഞ് വിഷമിപ്പിക്കാതെ അവനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. നീ അവനെ വിളി. മോൻ സമാധാനമായിട്ട് അകത്തേക്ക് കയറി വാ. എന്റെ മോൻ എന്താണ് നീ ഓരോന്ന് പറഞ്ഞവനെ കൂടുതൽ വിഷമിപ്പിക്കാതെ കയറി വാ മോനെ. പ്രതീക്ഷല്ലേ, ഞങ്ങൾ ഇവിടെ ഉണ്ട്. നിങ്ങളോട് നിൽക്ക്. ഞാനേ ആ കൃഷ്ണനെ ഒന്ന് കണ്ടിട്ട് വരാം. ഞാൻ വരണോ വാസുട്ടേട്ടാ? വേണ്ട. തമാശ വല്ലാതെ. മോളെ കാര്യം ഓർക്കുമ്പോ ഇപ്പൊ എന്നെ കുറിച്ചല്ലേ ഓർത്തത്? എന്ത് നോട്ടായത്? ഇതുവരെ കാണാത്ത പോലെ. നിന്നെങ്ങനെ നോക്കിയിരിക്കാൻ എന്ത് രസമെന്നറിയോ? എന്നാലേ എൻ്റെ ഒരു ഫോട്ടോ കൈ കൊണ്ട് നടന്നു. അതാകുമ്പോ എപ്പോഴും കാണാലോ. എന്താ ഈ നേരത്ത്? നീ കാര്യം പറ. പ്രതിഭേട്ടനെ കുറിച്ച് എന്താ? കേരളത്തിലും മറ്റും പിടിമുറുക്കുന്ന അവയവ മാഫിയയുടെ കണ്ണികളാണിവർ. ഇതിനോടകം തന്നെ കേരളത്തിൽ നിന്നും 6 കുട്ടികളെയാണ് കടത്തിക്കൊണ്ടുപോയിരിക്കുന്നതെന്ന് ഇവരുടെ വെളിപ്പെടുത്തൽ. അറസ്റ്റ് ചെയ്യപ്പെട്ട 4 പേരിൽ 2 പേർ മഹാരാഷ്ട്രക്കാരും, ഒരാൾ കർണാടകയും മറ്റൊരാൾ ബംഗ്ലാദേശുകാരനുമാണ്.
ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച പ്രദീപൻ കേസിലും ഇവരാണ് പ്രതികളെന്ന് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഇവർ സമ്മതിച്ചതായി അറിയുന്നു. തട്ടിയെടുക്കുന്ന ബൈക്കുകളിൽ മറ്റേതെങ്കിലും നമ്പർ ഒട്ടിച്ചാണ് ഇവർ കൃത്യം നിർവഹിക്കുന്നത്. ഇതിനു പിന്നിൽ ഇന്റർനാഷണൽ അവയവ റാക്കറ്റാണ് പ്രവർത്തിക്കുന്നതെന്ന് CI പറഞ്ഞു. CI റഹീമിന്റെ പ്രതികരണത്തിലേക്ക് പറയാം, ഇത് തികച്ചും യാദൃച്ഛികമായാണ് ഇവർ പിടിക്കപ്പെടുന്നത്. ടൗണിൽ നടന്നൊരു ആക്സിഡന്റിൽ കാറിലുണ്ടായിരുന്നവരെ രക്ഷപ്പെടുത്തുന്നതിനിടയിൽ കാറിൽ അബോധാവസ്ഥയിൽ കണ്ട കുട്ടിയെ തിരിച്ചറിഞ്ഞ ആ കുട്ടിയുടെ നാട്ടുകാരാണ് വിവരം പോലീസിൽ അറിയിച്ചത്. ഈ അടുത്ത കാലത്തായി നടന്ന ചില കേസിലും ഇവർ ഉൾപ്പെട്ടിട്ടുള്ളതായി വിവരം ലഭിച്ചിട്ടുണ്ട്. ഇവർക്ക് പിന്നെ ഒരു വലിയ റാക്കറ്റ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണവും ചോദ്യം ചെയ്യലും കഴിഞ്ഞാലേ കൂടുതൽ വിവരങ്ങൾ പറയാൻ കഴിയും. അതുവരെ നിങ്ങൾ ക്ഷമിക്കുക പ്ലീസ്. ഇനി ഒന്നും പറയാനില്ല. ഇല്ല മാറ്. ഞങ്ങള് പ്രദീപിനെ കാണാമെന്ന മാഷെ, ഞങ്ങൾ പ്രദീപിനെ വിളിക്കാനാ വന്ന്. കഴിഞ്ഞൊക്കെ മറക്കണം. അവനകത്തുണ്ട്, ഒരു ജീവചവം പോലെ. എന്ത് പറഞ്ഞിട്ടാ ഞങ്ങൾ അവന്? കുറ്റബോധമുണ്ട്. പ്രദീപനെ മനസ്സിലാക്കാനുള്ള മാനസിക വലിപ്പൊന്നും ഞങ്ങൾക്കാർക്കും ഉണ്ടായില്ല. അവൻ എന്തായാലും ഞങ്ങളുടെ കൂടെ വരണം. ഇന്നത്തെ പരിപാടിയിൽ ഞങ്ങളുടെ കൂടെ അവൻ ഉണ്ടാവണം. അതെ, ഓന്ത് പറഞ്ഞത് അവൻ്റെ ശരി ഭാഷ. അവനും കൂടെ അവിടെ ഉണ്ടാവണം. വാ. പ്രതിപേട്ടൻ വന്നേ. ഇപ്പം എല്ലാവർക്കും മനസ്സിലായി നീ വന്നേ. എന്ത് കാര്യം? വാ, പ്രതിപേട്ടനെ സ്റ്റേജിൽ കൂട്ടിക്കൊണ്ടുപോകാനാ എല്ലാവരും വന്നേ. ഇനി ഞാൻ എവിടേക്കും ഇല്ല. എനിക്ക് വരാൻ കഴിയില്ല. ഞാൻ വരില്ല. അങ്ങനെ പറയല്ലേ. നമ്മളൊന്നും പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ മറ്റുള്ളവർക്ക് വേണ്ടി ഓടി വന്നത്. അതുകൊണ്ട് തന്നെ നിന്റെ വാക്കിന് പ്രസക്തിയുണ്ട്. നീ വാ. പ്രതിപേട്ടൻ മുന്നിൽ തന്നെ നടന്നേ, കാണട്ടെ. അത് ഞങ്ങളുടെയും കൂടെ ആവശ്യം. വാ. അവര് പറഞ്ഞത് ശരിയാ മോനെ. നീ പഴയതുപോലെ ഒന്നും അവരുടെ മുന്നിൽ ഉണ്ടാകും. അച്ഛൻ്റെ ഒരു ആഗ്രഹമാണ്. എനിക്കിനി പഴയ പോലെ കഴിയില്ല. ഏയ്, അത് നിന്റെ തോന്നലാടാ. ഏതായാലും അവർ വന്ന് വിളിച്ചാലേ. നമുക്ക് പോവാം. അല്ല പിന്നെ നീ സ്റ്റേജിൽ കയറി ഒരു കാച്ചടം പോയി.